നമസ്കാരം. ഓണവിപണി സജീവമാണ്. അതിനെക്കുറിച്ച് വാർത്തകൾ പലതും വരുന്നുണ്ട്. ഞാൻ വീഡിയോയും ചെയ്തിരുന്നു. ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചുകൊണ്ട് ഓണ നൃത്തങ്ങൾ ആടുന്നത്, ഓണത്തിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഏറ്റവും അധികം ആഘോഷിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം താത്തമാരുമാണ്. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ വന്നിരുന്നു. ഈ ആവേശം തുടരുകയാണ്. മുസ്ലിം പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റ അക്കൗണ്ടിൽ അടിമുടി ഓണ നൃത്തങ്ങളും ഓണാഘോഷങ്ങളുമൊക്കെയാണ്. മാത്രമല്ല, അവർ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നുമുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ചില താത്തമാരുടെ സദാചാര പ്രസംഗമാണ്. മുബീന നിജാസ് എന്നു പേരുള്ള ഒരു താത്തയായിരുന്നു ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഹിജാബ് ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ആ താത്ത രംഗത്ത് വന്നു. ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല സ്വയം പ്രഖ്യാപിത പണ്ഡിതരും രംഗത്തെത്തി. സ്വയം പ്രഖ്യാപിത പണ്ഡിതർക്കൊപ്പം വലിയ ഇസ്ലാമിക പ്രഭാഷകർ കൂടി ഇത് ഏറ്റുപിടിച്ചതോടെ ആദ്യം നടന്നത് ഈ ഹിജാബ് ഇട്ടുകൊണ്ടുള്ള ഓണാഘോഷത്തിനെതിരെയുള്ള സൈബർ യുദ്ധമായിരുന്നു. ആഷിഖ് ദാരിമി എന്നു പേരുള്ള ആലപ്പുഴയിലെ ഒരു പള്ളിയിലെ ഉസ്താദ് അറിയപ്പെടുന്ന മതപ്രഭാഷകനാണ്. പൊതുവെ അദ്ദേഹത്തിന് സൽപ്പേരുണ്ട്. അദ്ദേഹം അനാവശ്യം എന്ന് പറയുന്ന ആളല്ല. ഖുർആനെ വ്യാഖ്യാനിച്ച് ഇസ്ലാമിൻ്റെ നല്ല ജീവിതത്തെക്കുറിച്ച് നന്നായി പറയുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ അബദ്ധം പറയുന്ന ആളല്ല. പക്ഷെ അദ്ദേഹം ഒരു കാരണവശാലും തട്ടമിട്ടുകൊണ്ട് തിരുവോണം ആഘോഷിക്കരുതെന്നും തിരുവോണാഘോഷം മുസ്ലിങ്ങൾക്കുള്ളതല്ല എന്നും പറഞ്ഞൊരു പ്രസംഗം ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. എന്തായാലും മുസ്ലിം പെൺകുട്ടികൾ മത്സരിച്ച് ഓണം അങ്ങ് ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിപ്ലവം തുടരുകയാണ്. മിക്ക യുവതികളും അവരുടേതായ രീതിയിൽ തകർത്താടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ ആവേശം കണ്ട് മറ്റു മതക്കാർ അല്പം മാറി നിൽക്കുകയാണ്. താത്തയ്ക്ക് കാര്യം പിടികിട്ടി. താത്തയാണ് ഈ ആവേശം ഉണ്ടാക്കി കൊടുത്തത്. സമുദായത്തിനുള്ളിലേക്ക് പടിപടിയായി ചിലർ ചിട്ടയോടെ ചെയ്തിരുന്ന അച്ചടക്കത്തിൻ്റെ കടിഞ്ഞാൻ പൊട്ടിച്ചു വിട്ടത് മുബീന താത്തയാണ് എന്ന ആരോപണം ശക്തമായി. പക്ഷേ എന്നിട്ടും താത്തയ്ക്ക് കുലുക്കമില്ല. താത്ത പണ്ട് നൃത്തം ചെയ്യുന്ന ചില വീഡിയോ ദൃശ്യങ്ങളുമായി ചില പെൺകുട്ടികൾ രംഗത്ത് വന്നതോടെ താത്തയുടെ കിളി പറന്നു. അത് പണ്ട് താൻ ചെയ്തതാണ്, ഇപ്പോൾ താൻ മേയ്ക്കപ്പെടില്ല, നൃത്തം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് താത്ത ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ഏശിയില്ല. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് ഐ ക്വിറ്റ്. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പല നഷ്ടങ്ങളുണ്ടാകും എന്നറിഞ്ഞിട്ടും, എൻ്റെ ഇൻകം വരെ ഇല്ലാതാകും എന്നറിഞ്ഞിട്ടും ഞാൻ ആ ഡിസിഷൻ അങ്ങ് എടുത്തു. അൽഹംദുലില്ലാ. അപ്പോൾ 3 വർഷം മുൻപുള്ള എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള കാരണം മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഓപ്പണായി ഞാൻ പറഞ്ഞു. എന്നിട്ടും പെൺകുട്ടികൾ ഒതുങ്ങാതെ വന്നതോടെ താത്ത ഒടുവിൽ പറഞ്ഞു, സാധാരണ മുസ്ലിം പെൺകുട്ടികൾക്കൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ മുസ്ലിം നാമധാരികളായ വിശ്വാസമില്ലാത്ത കുറേ പേരും ക്രിസംഖ്യകളും എക്സ് മുസ്ലിംസുമാണ് എന്ന് പറഞ്ഞ് താത്തയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ആവേശം കാണിച്ചൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി. നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടുള്ളൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടരില്ലേ, ഇവരാണ് കാരണം. 1, മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3, സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം.
അതേസമയം ദാരിമിക്ക് കാര്യം പിടികിട്ടി. ദാരിമി പറഞ്ഞു, നമ്മുടെ അയൽപ്പക്കത്തെ ഹിന്ദു വീടുകളിലോ ക്രിസ്ത്യൻ വീടുകളിലോ ഓണമുണ്ണാൻ പോകുന്നതും ഓണത്തെ സഹായിക്കുന്നതും ഒന്നും തെറ്റില്ല. മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നതിനെ മാത്രമാണ് താൻ എതിർത്തത് എന്ന് പറഞ്ഞ് ദാരിമി സംഭവം തണുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദാരിമി മറുനാടൻ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിന് പോയ സമയത്ത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇതുപോലെ ഉസ്താദെ, നമ്മുടെ നാട്ടിൽ ഓണാഘോഷവും മറ്റുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളോട് അതിൻ്റെ ആ ഒരു ഓണം ആഘോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാടാൻ പോകുന്നതും തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിത് എഡിറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടൻറ്റ് ആ ഒരു 3 കൊല്ലം മുമ്പത്തെ കണ്ടൻറ്റ് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പുറമെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോഗർമാരും മറ്റ് ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം മതവിശ്വാസികളോടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കരുതെന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതിലുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല, അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ ഏകദേശം എൻ്റെ ചെറുപ്പത്തിലൊരു 10-12 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കം ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഞാൻ അവരുടെ വീട്ടിലാണ് ഏകദേശം ഒരു 12 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ടുണ്ടായത്. ഞാൻ ഇപ്പോഴും അവരെ അമ്മയെന്നാണ് വിളിക്കുക, അച്ഛ എന്നാണ് ഞാൻ അവരെ വിളിക്കുക. ഞങ്ങൾ പരസ്പരം അത്രത്തോളം ബന്ധമുള്ളവരാണ് ഹൈന്ദവ സഹോദരങ്ങളായിട്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രസക്തമായിട്ട് ഞാൻ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, തട്ടം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ കോളേജുകളിൽ അത്തപ്പൂക്കളം മത്സരങ്ങൾ അതും ഇതൊക്കെ നടക്കുമ്പോൾ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് ഔറത്ത് അവരുടെ ശരീരം മറക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ആ ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകളത് ഒരു ഒടിച്ചു മടക്കിയിട്ട് ആഷിഖ് ദാരിമി എന്ന് പറയുന്ന പ്രഭാഷകൻ വർഗീയത തുപ്പി എന്ന് പറഞ്ഞ രീതിയിൽ അതാക്കി തീർക്കുന്നത് എന്നതിന് ശ്രമമെന്നറിയില്ല. എന്തായാലും ഇക്കുറി സോഷ്യൽ മീഡിയ ഓണം തൂക്കിയെടുത്തത് താത്തമാർ തന്നെയാണ്. അവരോട് മത്സരിക്കാൻ മറ്റാർക്കും കഴിയുന്നില്ല. മുസ്ലിം സമുദായത്തിലെ ചില തൽപരകക്ഷികൾ മുസ്ലിം പെൺകുട്ടികളെ അടിച്ചമർത്തി അവരുടെ ആഘോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനെതിരെയുള്ള ഒരു ജനവികാരമായി അത് മാറി. റംസാനും നബിദിനത്തിനുമൊക്കെ മദ്രസകളിൽ പെൺകുട്ടികൾക്ക് ആഘോഷം നിരസിക്കുന്നവർക്കെതിരെയുള്ള ഒരു വിപ്ലവമായി ഇത് മാറുന്നു. ജീവിതം ആഘോഷിക്കാൻ ആണിനും പെണ്ണിനും ഒരുപോലെ അവകാശമുണ്ട്. സ്ത്രീക്ക് അതിൽ വിലക്കേർപ്പെടുത്തിയാൽ സ്വാഭാവികമായും അത് പൊട്ടിത്തെറിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.